തിരുവനന്തപുരം കുറ്റിച്ചൽ പരുത്തിപ്പള്ളി സ്കൂളിൽ വിദ്യാർത്ഥിയെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. +1 വിദ്യാർത്ഥി എബ്രഹാം ബെൻസനാണ് മരിച്ചത്. സ്കൂളിലെ ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവം ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. കുറ്റിച്ചൽ സ്വദേശിയായ ബെന്നി ജോർജിന്റെയും സംഗീതയുടെയും മകനാണ് മരിച്ച എബ്രഹാം ബെൻസൻ. ഇന്നലെ രാത്രി കാണാതായ ബെൻസനെ രാവിലെ 5 മണിയോടെയാണ് സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രോജക്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. അപ്പോഴും പറഞ്ഞത് അദ്ദേഹം ഒരു പ്രായമുള്ള ആളല്ലേ, അത് നിനക്ക് ക്ഷമിച്ചുകൂടായിരുന്നോ? ഇത് കൂടെ കേട്ടപ്പോ ഇവിടുന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഡോസ് അത്ര ചെറുതല്ലാത്ത ഡോസ് ആയിരുന്നു എന്ന്. അവന് ഈ ഒരു 16 വയസ്സുകാരന് താങ്ങാൻ പറ്റുന്ന ഒരു ഷോക്കല്ല ഇവിടുന്ന് കൊടുത്തു വിട്ടത്. തർക്കമുണ്ടായ കാര്യം ബെൻസൻ പറഞ്ഞിരുന്നതായി പ്രിൻസിപ്പൽ പ്രീത പറഞ്ഞു. പിന്നാലെ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയിരുന്നതായും വ്യക്തമാക്കി. എന്നാൽ ക്ലർക്കിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ല. പരാതിയായിട്ടല്ല പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, നമുക്ക് ഇവിടെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാനാണല്ലോ സീൽ വെച്ച് തരുന്നതെന്ന് പറഞ്ഞു. കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് മാഡം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചത് മാഡം? എങ്ങനെ ഇപ്പൊ പറയുന്നത് ഈ ക്ലർക്ക് അങ്ങനെ സംസാരിച്ചില്ലെന്ന് മാഡം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണ്? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ക്ലർക്ക് പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ലാബിലായിരുന്നു. അതേസമയം മരണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇന്ന് ക്ലർക്കിനോട് വിശദീകരണം പോലും ഇന്നലെ ഈ മരിച്ച വിദ്യാർത്ഥിയാണ് അധ്യാപികയോട് പോയി പറഞ്ഞത്. അധ്യാപികയാണ് പറഞ്ഞത്. അധ്യാപികയോട് പറഞ്ഞപ്പോ ആ ക്ലർക്കിനോട് വിശദീകരണം ചോദിക്കാൻ പോലും തയ്യാറായിട്ടില്ല. വിശദീകരണം ചോദിച്ചപ്പോൾ മിണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു അതറൈസ്ഡ് ആയിട്ടുള്ള ഒരാള് വിശദീകരണം ചോദിച്ചപ്പോൾ മിണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഇന്ന് ആ പുള്ളിക്കാരൻ ലീവ് ഇടുകയും ചെയ്തു. അതിന് ഒരു സംശയാസ്പദമായ ഒരു ഇതുണ്ട് സാർ. അപ്പോൾ ആ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സാർ. എന്തായാലും അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായെന്നുള്ള സാറിന് ബോധ്യമായല്ലോ. ഇവിടെ ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അതിവിടെ എല്ലാവരും പറഞ്ഞതാണ്. മുൻപും സമാന രീതിയിൽ ക്ലർക്ക് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്നും കമ്പിവടി ഉപയോഗിച്ച് തല്ലാൻ ശ്രമിച്ചതായും സഹപാഠികളും പറഞ്ഞു. ഒരു പേപ്പർ വല്ലതും എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞാൽ അവരെടുത്തതും തരുന്നില്ല. പിന്നെ ഒരു നല്ല ദേഷ്യമാണ്, ഫുള്ള് ദേഷ്യമാണ്. പിന്നെ ഒരാൾ ഇതേപോലെ അവരെ വണ്ടി കയറിയിരുന്നപ്പം സീറ്റ് ചേർന്ന് കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സീറ്റ് കയറിയിരുന്നപ്പോൾ ആര് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും കയറി ഒരുമാതിരി ചീത്തയൊക്കെ വിളിച്ച് കൈയൊക്കെ ചൂണ്ടിയിട്ട് ഇത് ചെയ്തവനെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പം ഈ വണ്ടി ഇരുന്ന ആളെ കിട്ടിയപ്പോൾ അങ്ങേര് വന്ന് അലച്ച്. അപ്പോൾ അവനും അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചപ്പം കമ്പി എടുത്തുകൊണ്ട് വന്ന് അടിക്കാനൊക്കെ ഓടിച്ചു. അങ്ങനെ കുറേ കിടന്ന് അലച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ടൊക്കെ പൊക്കേ ചെയ്തു. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു. VHSC ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദുള്ളയ്ക്കാണ് അന്വേഷണ ചുമതല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.